ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടിൻ്റെ ദാഹവും ക്ഷീണവും എല്ലാം അകറ്റാനും അതുപോലെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയതുമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇനി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ക്യാരറ്റ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പേസ്റ്റായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരികളില്ലാതെ ഒന്ന് അരച്ചിട്ടെടുക്കണം. അത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml കപ്പിലാണ് പാലെടുത്തിട്ടുള്ളത്. 3 കപ്പാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് പാലും ഞാനിവിടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ട് എടുക്കണം. പാലിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലാണ് 1/2 കപ്പ് പാലെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ കട്ടകളില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടായ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ കസ്റ്റാർഡിൻ്റെ മിക്സ് അടിയിൽ പോയി അത് കട്ട കെട്ടിയിരിക്കും. അതുകൊണ്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒരുപാട് ഇട്ടങ്ങ് കുറുക്കിയെടുക്കേണ്ട. ആ കസ്റ്റാർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളും. ഇനി ഇത് തണുക്കാനായി നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചും കൂടെ 1-2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇത് ഞാനിവിടെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ രണ്ടും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സും ആ കസ്റ്റാർഡിൻ്റെ മിക്സുമായിട്ട് നന്നായിട്ട് ഇനി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാദ്യം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്, ഒരു അരക്കപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പച്ച മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പാണ് അതും എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു റോബസ്റ്റ് പഴവും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് അനാറും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഒരു 10 മിനിറ്റ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ഫ്രൂട്ട്സുകൾ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നതിൽ